നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ് എന്ന UCC ഗുജറാത്ത് പാസാക്കി. ചൊവ്വാഴ്ച ഗുജറാത്ത് നിയമസഭ 7 മണിക്കൂറിലധികം നീണ്ട മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷമാണ് UCC പാസാക്കിയത്. തുല്യത ഉറപ്പാക്കുന്നതിനുള്ള ഒരു നാഴികക്കല്ലായ പരിഷ്കാരമായി ഭരണകക്ഷിയായ BJP ഇതിനെ പ്രശംസിച്ചു. അതേസമയം മൗലികാവകാശ ലംഘനമാണെന്നും മുസ്ലിം വിരുദ്ധമാണെന്നും പറഞ്ഞ് കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർത്തു. മതം പരിഗണിക്കാതെ വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ലിവ് ഇൻ ബന്ധങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് ഒരു പൊതു നിയമ ചട്ടക്കൂട് നിർദ്ദേശിക്കുന്ന ബിൽ പ്രതിപക്ഷമായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അംഗീകരിക്കാതിരിക്കുകയും സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനാൽ ഭൂരിപക്ഷ ശബ്ദ വോട്ടോടെ പാസാക്കി. UCC നടപ്പാക്കുന്നതിനെക്കുറിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ബില്ല് മേശപ്പുറത്ത് വെച്ചത്. ബില്ല് പാസ്സായതോടെ BJP ഭരിക്കുന്ന ഗുജറാത്ത് ഉത്തരാഖണ്ഡിന് ശേഷം UCC പാസ്സാക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനമായി മാറി. 2024 ഫെബ്രുവരിയിൽ UCC ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയിരുന്നു ഉത്തരാഖണ്ഡ്. ഗുജറാത്തിൽ യൂണിഫോം സിവിൽ കോഡ് 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിയമം മുഴുവൻ സംസ്ഥാനത്തേക്കും വ്യാപിക്കും. കൂടാതെ ഗുജറാത്തിന്റെ പ്രാദേശിക പരിധിക്ക് പുറത്ത് താമസിക്കുന്നവർക്കും ഇത് ബാധകമാകും. എന്നാൽ ഭരണഘടന പ്രകാരം പാരമ്പര്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പട്ടികവർഗ SC അംഗങ്ങൾക്കും ചില വിഭാഗങ്ങൾക്കും ഈ കോഡ് ബാധകമല്ലെന്ന് ബിൽ രേഖയിൽ പറയുന്നു. ബില്ലിലെ ലക്ഷ്യങ്ങളും കാരണങ്ങളും പറയുന്നത് കോഡ് ഒരു ഏകീകൃത നിയമ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു എന്നാണ്. മറ്റു കാരണങ്ങൾക്കൊപ്പം ലിവ് ഇൻ ബന്ധങ്ങളുടെ രജിസ്ട്രേഷനും ഔപചാരിക പ്രഖ്യാപനത്തിലൂടെ അവ അവസാനിപ്പിക്കുന്നതിനും ഇത് വ്യവസ്ഥ ചെയ്യുന്നു. ബിൽ ദ്വിഭാര്യത്വം നിരോധിക്കുന്നു. അതായത് ഇണ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ രണ്ടാമത് വിവാഹം കഴിക്കാൻ കഴിയില്ല. വിവാഹ സമയത്ത് ഇരു കക്ഷികൾക്കും ജീവിച്ചിരിക്കുന്ന ഇണ ഇല്ലെങ്കിൽ മാത്രമേ വിവാഹത്തിന് സാധ്യതയുള്ളതായി കണക്കാക്കൂ എന്നിതിൽ പറയുന്നു. കോൺഗ്രസ് നിയമസഭാംഗമായ ഇമ്രാൻ ഖേഡ്വാല നിയമനിർമ്മാണത്തെ മുസ്ലിം വിരുദ്ധമെന്നും വിശേഷിപ്പിച്ചു. ഒരു ഏകീകൃതവും അവിഭക്തവുമായ രാഷ്ട്രത്തിന് ഒരു പൊതു നിയമ ചട്ടക്കൂട് ആവശ്യമാണ്. അത് നമ്മുടെ വേദപരിജ്ഞാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. വ്യത്യസ്ത രീതികളിൽ പ്രകടിപ്പിച്ചാലും സത്യം ഒന്നാണെന്ന് നമ്മുടെ പുരാതന വാക്യങ്ങളും പറയുന്നു. സത്യം ഒന്നാണെങ്കിൽ മതങ്ങൾ പലതാണെങ്കിലും നീതി ഒന്നായിരിക്കണം, പട്ടേൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം രാജ്യത്തെ ഓരോ പൗരനും നിയമത്തിനു മുന്നിൽ തുല്യത ഉറപ്പാക്കിയിട്ടുണ്ട്. അതേ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 സംസ്ഥാനത്തെ ഏകീകൃത സിവിൽ കോഡിലേക്ക് നീങ്ങാൻ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ UCC നടപ്പിലാക്കുന്നത് മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ പൗരന്മാർക്കിടയിൽ വിഭജനമോ വിവേചനമോ ഉൾപ്പെടുന്ന ഏതൊരു നയമോ തർക്കമോ നിരസിക്കും. നിയമനിർമ്മാണം എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാകുമെന്നും തുല്യനീതിക്കായുള്ള ഗുജറാത്തിലെ പൗരന്മാരുടെ പ്രതീക്ഷകൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നിരുന്നാലും മുതിർന്ന കോൺഗ്രസ് MLA ശൈലേഷ് പർമർ ഇതിനെ എതിർത്തു. 2027 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് നിങ്ങൾ തിടുക്കത്തിൽ ഈ ബില്ല് കൊണ്ടുവന്നു. ഇത് നിയമസഭയുടെ സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മറ്റൊരു മുതിർന്ന കോൺഗ്രസ് MLA അമിത് ചാവ്ദ ബിൽ ഭരണഘടനാ ഉറപ്പുകൾ ലംഘിക്കുന്നുവെന്നും ആരോപിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 എല്ലാ വ്യക്തികൾക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും ഉറപ്പു നൽകുന്നു. ഈ ബിൽ ഈ മൗലികാവകാശത്തെ ലംഘിക്കുന്നതായി തോന്നുന്നു. സഭയിലെ ഭൂരിപക്ഷത്തിന്റെ സഹായത്തോടെ നിങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.